വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പൊളിറ്റിക്കലി വളരെ പ്രസക്തമായിട്ട് തന്നെ സംസാരിക്കാവുന്ന ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല സിനിമയായിരുന്നു. നല്ല ഞാൻ ഫീൽ ചെയ്ത നല്ല സിനിമ. നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. ഗുഡ് ഫിലിം, നൈസ്, ഗുഡ് മെസ്സേജ്. എന്താ കേട്ടില്ല? നല്ല സിനിമ, നല്ല സിനിമ, നല്ല മെസ്സേജ്. നമ്മുടെ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് പുതിയ തലമുറ വിദേശങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പൊളിറ്റിക്കലി വളരെ പ്രസക്തമായിട്ട് തന്നെ സംസാരിക്കാവുന്ന ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ സർക്കാരും വിദ്യാർത്ഥിനികളും മാതാപിതാക്കളും ഒക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയവും സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിനൊത്ത് അത്തരം രീതിയിലൊരു ഇടപെടൽ നടത്തുന്നു എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു വളരെ വ്യത്യസ്തമാക്കുന്നു. കേരളം ഇന്നല്ലെങ്കിൽ നാളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ഇവിടെ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ വൈഗ. അത് ടീം വളരെ മനോഹരമായി അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അപ്രായോഗികമായി നടക്കാൻ സാധ്യതയില്ലാത്തതെങ്കിലും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നന്നായി നമ്മുടെ യൂത്തൊക്കെ നന്നായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. വളരെ മനോഹരമായിരുന്നു. സിറ്റുവേഷനിൽ എന്താ പറയുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. അവർ പറയട്ടെ ബാക്കി. നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ഗസ്റ്റ് ഉണ്ട്, അവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ ഈ സിനിമയുടെ ഒരു പാർട്ടല്ലേ, തീർച്ചയായും അതിനുപരി നിന്നുകൊണ്ട് പ്രേക്ഷകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഒരുപാട് നല്ല മെസ്സേജുള്ള, നമുക്ക് വളരെ ആനുകാലികമായ ഒരു വലിയ വിഷയമാണ് ഇതിലൂടെ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കഥാപാത്രം ഇതിൽ പറയുന്നുണ്ട്, കോവിഡ് പോലൊരു മഹാമാരി ഒരുപക്ഷെ അതിനേക്കാളും വലുത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉടനീളമുണ്ട്. അതിനെ പ്രതിപാദിക്കുന്നൊരു വലിയ പ്രമേയമാണ്. തീർച്ചയായും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, നല്ല മനസ്സിലാവും, ഫീൽ ചെയ്യുള്ളൂ. ഇത്ര മനോഹരമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാത്തരം സിനിമകളും കാണണ്ടേ, എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല. പക്ഷെ ഇതിനകത്ത് എല്ലാ ഇമോഷൻസും നല്ല മെസ്സേജുണ്ട്. അത് എന്നാൽ പിന്നെ അത് മാത്രമാണോ? അല്ല, അതിനകത്ത് നല്ല ഫൈറ്റുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി സിറ്റുവേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു, നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു നല്ല മെസ്സേജും സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരമാണ്. നമ്മളെല്ലാവരും കണ്ട് ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു സിനിമ പ്രേമിയോ എന്നുള്ള നിലയിൽ, ഒരു സിനിമ നടൻ എന്നുള്ള എല്ലാ രീതിയിലും ആണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും ഇന്നുകൂടെ വന്നതിലും കാണാൻ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? സന്തോഷം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ മുഖ്യമന്ത്രിയുടെ വേഷം. ഞാൻ ആദ്യമായിട്ട് ചെയ്യണം. അതെനിക്കൊരു വലിയ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. കാരണം അങ്ങനൊരു അതിനെ കാണാൻ വേണ്ടി അവരൊരു രീതികൾ അതെ, അതിന് വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയായിരിക്കും. നല്ല അല്ലേ? നമ്മളെ റിയാലിറ്റിയിൽ അല്ല, അങ്ങനെ അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമില്ല. എങ്കിലും സിനിമയിൽ വരുമ്പോൾ കുറച്ച് ഡ്രാമാറ്റിക്കായിട്ട് അങ്ങനെ